എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ തവണത്തെ ക്രിസ്മസ് ഞങ്ങൾ കൊച്ചിയിൽ വെച്ചാണ് ആഘോഷിക്കുന്നത് വെച്ചാൽ കൊച്ചിയിലാണ് കേട്ടോ ഞങ്ങളുടെ ക്രിസ്മസ് ചെലവഴിക്കാൻ പോണേ. ഇപ്പോൾ കൊച്ചിയിലേക്ക് ഒരു യാത്ര പോവാണ്. പിന്നെ എറണാകുളത്ത് കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. കൊച്ചി സിറ്റിയുടെ ഭാഗത്ത് തന്നെ ജൂ ടൗണ്, ഫോർട്ട് കൊച്ചി, വൈപ്പിൻ സൈഡ് കുറേ ഉണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ കാണാൻ പോവാം. പിന്നെ ഞാൻ എനിക്ക് കപ്പലിൽ കാണാൻ ആഗ്രഹമുണ്ട്. ഈ കണ്ട സീ ദ ഷിപ്പിനാ എല്ലാം കൂടെ നമുക്ക് ഈ യാത്രയിൽ കാണാം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സൺറൈസ് കാണാൻ പറ്റും. ഇത് വീടിന് മുന്നിൽ വഴിയൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ മെറ്റലൊക്കെ ഇട്ടു നോക്ക്. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും ടാർ ഇടുമായിരിക്കും. അപ്പോൾ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ യാത്ര പോണ മുമ്പ് വീടിൻ്റെ അവസ്ഥയും കൂടെ ഞാൻ കാണിച്ചു തരാം. കുറേ പണികൾ ചെയ്തിട്ടുണ്ട്. ആദ്യമേ തന്നെ ബ്ലോക്സ് ഒക്കെ ഇട്ടു. ഇവിടെ എന്താണ് സീതാപ്പഴത്തിൻ്റെ വിത്തൊക്കെ നട്ടു. കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു തന്നില്ലേ, അതേ ചെടികൾ തന്നെ നന്നായിട്ട് വലുതായിട്ടോ. ഇപ്പോൾ നോക്ക്, ആ സൈഡിൽ മെറ്റലൊക്കെ കൊണ്ട് ഇറക്കിയിട്ടു. ഇവിടെ നടക്കുന്ന വഴിയിൽ ബ്ലോക്സ് കിട്ടും. ഇതിവിടെ വണ്ടി കയറുന്ന വഴിയിൽ ബ്ലോക്സ് ഇട്ടു. പിന്നെ ഇത് മുന്തിരി കയറ്റിവിടാൻ വേണ്ടി ഒരു പന്തലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ടോ. പിന്നെ ഇത് നോക്കിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ചെറിയൊരു സൈസിൽ ചക്ക ഉണ്ടാക്കിടക്കണ കണ്ടോളൂ. പക്ഷെ ഇപ്പോൾ നോക്ക്, നല്ലോണം വലുതായില്ലേ. അതവിടെ മേലിൽ ഷീറ്റൊക്കെ ഇട്ടു. ഞങ്ങളിപ്പോൾ അങ്കമാലിയിലെത്തി. അങ്കമാലിയിൽ അലിബാബ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വണ്ടി നിർത്തി. ഇവിടെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി. എന്തായാലും നമുക്ക് ഉച്ചക്കലത്തെ ഭക്ഷണം കഴിക്കാം. നല്ല ചൂടാണ് കേട്ടോ. ഇപ്പോൾ തണുപ്പ് കാലത്ത് 36 ഡിഗ്രി ചൂടാണ് ഇവിടെ. ആലിബാബ ആൻഡ് 41 തീവ്സിൻ്റെ കഥയുമായി ബന്ധപ്പെട്ടാണ് ഇവർ ആലിബാബ ആൻഡ് 41 ഡിഷസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിന് പേരിട്ടത്. എന്തായാലും അങ്കമാലി ടൗണിലുള്ള റോഡ് സൈഡിലുള്ള ഈ ഒരു ഹോട്ടലിനാണ് ഞങ്ങൾ ഉച്ചക്കലത്തെ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. ലഞ്ചിന് വേണ്ടി ചപ്പാത്തി, ചിക്കൻ കറി, ഒരു ബീഫ് കറിയും വാങ്ങിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു മിൻറ്റ് ലൈം ജ്യൂസും ഓർഡർ ചെയ്തു. എന്തായാലും ഒരു അടിപൊളി ഫുഡായിരുന്നു. നല്ല ലൈം ജ്യൂസ്, മിൻറ്റ് ലൈം ജ്യൂസാണ് വാങ്ങിച്ചത്. അതും കുടിച്ചു. നല്ല ഫുഡ്. ഇത് നോക്ക്, ടേബിൾ മാനേഴ്സ് ഫോർ കിഡ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ടേബിൾ മാനേഴ്സ് കൊടുത്തിട്ടുണ്ട്. നാപ്കിൻ ഇൻ എ ലാപ്പ്, വെയിറ്റ് ടേൺ ടു ടോക്ക്, യൂസ് പ്ലീസ് ആൻഡ് താങ്ക് യു, ദ ഫുഡ് ടു മൗത്ത് നോട്ട് മൗത്ത് ഫുഡ്. അതുകൊണ്ട് അതാണ് ചോ വിത്ത് മൗത്ത് ക്ലോസ്, ടേക്ക് ജസ്റ്റ് റൈറ്റ് ബൈറ്റ്സ്. ഇതെല്ലാം നല്ല റെസ്റ്റോറൻ്റ് ആണ് ആലിബാബ ആൻഡ് 41 ഡിഷസ്. 41 തീവ്സിന് ഒരു കഥയില്ലേ, അതിന് ബന്ധപ്പെട്ട് ഇപ്പോൾ 41 ഡിഷസിന് ഇതിനകത്ത് കൊടുത്തേക്കാം. ഇതെല്ലാം നന്നായിട്ടുണ്ട്. ഇതൊക്കെ ഹൗസ് ഓഫ് ഫുഡ്. ഞങ്ങളിപ്പം ആലുവ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. കൊച്ചി മെട്രോ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. മറൈൻ ഡ്രൈവിൻ്റെ അടുത്തായിട്ട് താജിൻ്റെ വിവാന്തയിലാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തേക്കണേ. അപ്പോൾ കലമശ്ശേരിയിൽ നിന്ന് കണ്ടെയ്നർ റോഡിലേക്ക് തിരിയണം മറൈൻ ഡ്രൈവിലേക്ക് പോകണമെങ്കിൽ.
ഞങ്ങൾ ഇതുവരെ വന്നുകൊണ്ടിരുന്ന NH 554 ഹൈവേയിൽ നിന്ന് കണ്ടെയ്നർ റോഡിലേക്ക് തിരിയാണ്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിലേക്ക് പോകുന്ന റോഡായതുകൊണ്ട് ഈ റോഡിന് കണ്ടെയ്നർ റോഡ് എന്ന് പേര് വന്നു. കൊച്ചി സിറ്റിയിലെ ഏറ്റവും സീനിക്കും തിരക്ക് കുറഞ്ഞ റോഡാണ് കണ്ടെയ്നർ റോഡ്. കണ്ടെയ്നർ റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് കനാലുകളും ചൈനീസ് ഫിഷിംഗ് നെറ്റുകളൊക്കെ കാണാൻ സാധിക്കും. കണ്ടെയ്നർ റോഡിന് ഇറങ്ങിയതിന് ശേഷം ഗോശ്രീ ബോൾഗാട്ടി പാലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കണേ. ഈ പാലത്തിൻ്റെ അപ്പുറത്ത് മറൈൻ ഡ്രൈവായി. ഷൺമുഖം റോഡിലൂടെയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് ഈ റോഡിൻ്റെ സൈഡിലാണ്. ഈ സ്ഥലം കൊച്ചിയിലെ ഏറ്റവും പോഷ് ഏരിയയാണ് തോന്നുന്നു. അങ്ങനെ എറണാകുളത്ത് വിമാനത്തിലെത്തി. എന്തായാലും ചെക്ക് ഇൻ ചെയ്യാം. അപ്പം അങ്ങനെ ഞങ്ങൾ കൊച്ചിയിൽ മറൈൻ ഡ്രൈവിലുള്ള വിവാന്ത ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ഒരു നൈറ്റിലത്തേക്ക് റൂം ബുക്ക് ചെയ്തു. അവിടെ ഒരു കഫേ ഉണ്ട്. ഇതാണ് കേട്ടോ റിസപ്ഷൻ. ഇത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ട്രാഫിക് ലിസ്റ്റാണ് കാണുന്നത്. കണ്ടോ, 9 തൊട്ട് 10 വരെ ഭയങ്കര തിരക്കായിരിക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ. ഹെവി ട്രാഫിക്, മോഡറേറ്റ് ട്രാഫിക്. എന്തായാലും 7 മണി തൊട്ട് 10 വരെ ബ്രേക്ക്ഫാസ്റ്റിലുണ്ട്. ഇതാണ് ഞങ്ങളുടെ റൂം. 2 ട്വിൻ ബെഡും ഒരു എക്സ്ട്രാ ബെഡും കൂടി ഇട്ടുണ്ട്. ഇവിടെ നിന്ന് പുറത്തുലത്തെ എന്താ വ്യൂ ഉള്ളതെന്ന് നോക്കാം. ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ, പക്ഷേ അത് തുറക്കാൻ പാടില്ലാന്ന് ഇവർ കൊടുത്തിട്ടുണ്ട്, കൊതുക് ശല്യം കാരണം. എന്തായാലും പുറത്തുലത്തെ വ്യൂ ഒന്ന് കാണാൻ വേണ്ടി കുറച്ച് നേരത്തേക്ക് ബാൽക്കണീൻ്റെ ഡോറ് തുറന്ന് നട്ടുവച്ചയ്ക്ക് കൊതുകില്ലാന്ന് വിചാരിക്കാം. എന്തായാലും ഇവിടെ നിന്ന് അപ്പുറത്ത് അപ്പാർട്ട്മെൻറ്റുകളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ കായലിൻ്റെ ഒരു ഭാഗം കാണാം. കായലിൽ കപ്പലൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. 2-3 കപ്പലുകളിലൊക്കെ കാണാൻ പറ്റും. ഇതാണ് കേട്ടോ ബാൽക്കണി. ബാൽക്കണി വെച്ചാൽ നിന്ന് തിരിയാൻ സ്ഥലമില്ല, ചെറിയ ബാൽക്കണി. ഇവിടെ നിന്നുള്ള വ്യൂ നോക്ക്. ഇവിടെയാണ് പാർക്കിംഗ് ഉള്ളത്. ഷിപ്പ് അവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഇതാ ബോട്ട് പോകണുണ്ടോ. പിന്നെ സിറ്റിയുടെ ഒരു കിടിലൻ വ്യൂ. കൊച്ചിയുടെ ഏറ്റവും പോഷ് ഏരിയ ആണ് കേട്ടോ ഇത്, മറൈൻ ഡ്രൈവ് ഏരിയ. എന്തായാലും ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. എന്തായാലും ഞങ്ങളുടെ റൂമിൻ്റെ വാഷ്റൂമും കൂടെ കാണിച്ചു തരാം. സെപ്പറേറ്റ് ഷവർ ക്യൂബിക്കിളൊക്കെ ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വാഷ്റൂം. എന്തായാലും നമുക്ക് കൊച്ചിയിലത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാം. 218 ആണ് കേട്ടോ ഞങ്ങളുടെ റൂം നമ്പർ. ലിഫ്റ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ. ഏതായാലും നമുക്ക് കൊച്ചിയിലത്തെ കാഴ്ചകൾ കാണാൻ പോകാം. ആദ്യമേ തന്നെ കൊച്ചിയിലത്തെ പുതിയതായിട്ട് തുടങ്ങിയ വാട്ടർ മെട്രോയിൽ കയറി നമുക്ക് ഫോർട്ട് കൊച്ചി ഭാഗത്തേക്ക് പോകാം. ജൂയിസ് സ്ട്രീറ്റ്, മട്ടാഞ്ചേരി പാലസ്, ആ ഭാഗങ്ങളൊക്കെ കാണാൻ പോകാം. വിമാനത്തിൻ്റെ ഇപ്പുറത്ത് തന്നെ മറൈൻ ഡ്രൈവിലേക്ക് ഒരു ഗേറ്റ് ഉണ്ട്. റെസിഡൻസ് ഓൺലി എൻട്രി ആണിത്. വെമ്പനാട് കായലിൻ്റെ സൈഡിലുള്ള ഒരു വാക്ക് വേ ആണ് ഈ കാണുന്ന മറൈൻ ഡ്രൈവിലെ വാക്ക് വേ. 2.5 കിലോമീറ്റർ നീളമുള്ള ഈ വാക്ക് വേ നമ്മൾ നേരത്തെ കണ്ട ബോൾഗാട്ടി ബ്രിഡ്ജിൽ നിന്നാണ് തുടങ്ങുന്നത്. വൈകുന്നേരം കായലും കപ്പലും കണ്ടുകൊണ്ട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണിത്. ഈ കാണുന്നതൊക്കെ മറൈൻ ഡ്രൈവ് വ്യൂ ഫ്ലാറ്റുകളാണ് കേട്ടോ. നല്ല വിലയായിരിക്കും ഇതിനൊക്കെ.
ഇവിടെ വെമ്പനാട് ലേക്കിൽ ബോട്ടിങ്ങും പിന്നെ വൈകുന്നേരം സമയത്ത് ഡിന്നർ ക്രൂയിസൊക്കെ ഉണ്ട്. ഈ വാക്ക് വേയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റെപ്പുകൾ കാണാൻ സാധിക്കും. ഇതൊക്കെ മറൈൻ ഡ്രൈവിൽ കൂടെ കടന്നു പോകുന്ന കനാലുകൾ ക്രോസ് ചെയ്യുന്ന പാലമാണ്. ഈ മറൈൻ ഡ്രൈവിന് പേര് വരാൻ കാരണത്തിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. 1980 കാലഘട്ടം വരെ നമ്മൾ നേരത്തെ വന്ന ഷൺമുഖം റോഡായിരുന്നു യഥാർത്ഥ മറൈൻ ഡ്രൈവ്. ആ റോഡിൻ്റെ വെസ്റ്റേൺ സൈഡിൽ കൊച്ചി കായലായിരുന്നു. പിന്നീട് 1980 ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി കൊച്ചി മറൈൻ ഡ്രൈവ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഷൺമുഖം റോഡിൻ്റെ വെസ്റ്റേൺ സൈഡിലുള്ള കൊച്ചി കായൽ നികത്തിയെടുത്ത് ഈ കാണുന്ന മറൈൻ ഡ്രൈവ് വാക്ക് വേ ഒക്കെ പണിതത്. ആദ്യം ഈ വാക്ക് വേന് പകരം മുംബൈയിലുള്ളതുപോലെ തന്നെ റോഡ് പണിയാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ അത് കോസ്റ്റൽ പ്രൊട്ടക്ഷൻ ലോ ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് കാരണം റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി മറൈൻ ഡ്രൈവ് വാക്ക് വേയിൽ ഒതുക്കി. ഇതാണ് കേട്ടോ മെട്രോ സ്റ്റേഷൻ, വാട്ടർ മെട്രോ സ്റ്റേഷൻ. ഹൈക്കോർട്ട് സ്റ്റേഷനാണിത്. എന്തായാലും നമുക്ക് വാട്ടർ മെട്രോയിൽ കയറാം. കുറേ നടന്ന് മറൈൻ ഡ്രൈവ് വാക്ക് വേയിലൂടെ പുതിയതായിട്ട് വന്ന സംഭവം കേട്ടോ ഇത് വാട്ടർ മെട്രോ. തിരക്കണമൊക്കെ ക്യൂവിൽ നിൽക്കാം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. നമുക്ക് സിറ്റിയുടെ കാഴ്ചയിൽ കണ്ടിട്ട് വരാം. പിന്നെ ഫോർട്ട് കൊച്ചി ഭാഗത്തേക്ക് പോവാം. എന്ത് തിരക്കാൻ നോക്ക്. ഹൈക്കോർട്ട് വൈപ്പിൻ വരെ ഉണ്ട് വാട്ടർ മെട്രോ സർവീസ് ഉള്ള. ഞങ്ങളിപ്പം ആദ്യം ലുലു മാളിലേക്ക് പോവാം. അപ്പോൾ പോകുന്ന മുമ്പ് ഒരു കടയിൽ സർവത്ത് പിടിച്ചിട്ട് പോവാം. അപ്പോൾ അങ്ങനെ ആ കടയിൽ നിന്ന് കുലുക്കി സർവത്ത് കുടിച്ചു. പ്രത്യേക രീതിയിലാണ് കേട്ടോ അവർ കുലുക്കി സർവത്ത് ഉണ്ടാക്കിയത്. ഗ്ലാസ്സൊക്കെ വലിച്ചെരിഞ്ഞ് താഴെ ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കിയായിരുന്നേ. ഭാഗ്യം അത് പൊട്ടാനത്. എന്തായാലും ആ ഉണ്ടാക്കുന്ന രീതി നന്നായിട്ടുണ്ടായിരുന്നു. അതിൽ ഞങ്ങളിപ്പം ഓട്ടോ പിടിച്ചിട്ട് ഇവിടെ അടുത്തായിട്ടുള്ള മെട്രോ സ്റ്റേഷനിലേക്ക് പോവാം. MG റോഡ് മെട്രോ സ്റ്റേഷനാണ് ഇവിടെ അടുത്തായിട്ടുള്ളത്. എന്തായാലും അങ്ങോട്ട് പോവാം. അപ്പോൾ അങ്ങനെ MG റോഡ് മെട്രോ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് എടപ്പള്ളിയിലേക്ക് പോവാം. നമുക്ക് എന്തായാലും ആദ്യം ലുലു മാളിലേക്ക് പോവാം. അപ്പോൾ ഇതാ എടപ്പള്ളിയിലേക്ക് ടിക്കറ്റ് കിട്ടി. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ, കോയിനല്ല. ഇതാണ് കേട്ടോ മെട്രോ ലൈൻ. ഒരു ലൈനേ ഉള്ളൂ, ആലുവ തൊട്ട് തൃപ്പൂണിത്തുറ ടെർമിനൽ വരെ. അങ്ങനെ മെട്രോയിലെ യാത്രയ്ക്ക് ശേഷം എടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ തിരക്ക് നോക്ക്, എന്തോരം ആൾക്കാരാണല്ലേ. മിക്കവാറും ലുലുമാൾ കണ്ടതിന് ശേഷം ഇറങ്ങായിരിക്കും.
ഈ കാണുന്നത് അന്ന് കൊച്ചിയിലത്തെ ലുലുമാള്. ഇപ്പം ഞങ്ങളിപ്പം ഒരു സ്കൈ വാക്ക് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കാം. ഇതിവിടെ എടപ്പള്ളി ജംഗ്ഷനാണ് ഈ കാണുന്നത്. മെട്രോ ലൈൻ കാണാം, താഴത്തെ റോഡ് കാണാം, ഇപ്പുറത്ത് ലുലുമാൾ. ഒരു ട്രെയിൻ വരണ കണ്ട് എന്ത് ഭംഗിയാ നോക്ക്. മെട്രോ സ്റ്റേഷനിൽ നിന്ന് ലുലുമാളിലേക്കുള്ള കണക്ടിവിറ്റി ബ്രിഡ്ജാണിത്. നോക്ക്, ഇത് ഈ കണക്ടിവിറ്റി ബ്രിഡ്ജ് വെളിയിൽ നിന്ന് കാണുമ്പോൾ ഒരു ട്രെയിനിൻ്റെ കോച്ചിൻ്റെ രൂപത്തിലുണ്ടാവും. എന്ത് തിരക്കാ നോക്ക്. അങ്ങനെ ഞങ്ങളിപ്പോൾ ലുലുമാളിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇത് മാളിൽ അധികം തിരക്കില്ല. മിക്കവാറും ഫോർട്ട് കൊച്ചി ഭാഗത്തൊക്കെ ആയിരിക്കും പോകണേ. ക്രിസ്മസിന് ഏറ്റവും ഫേമസ് ഭാഗം ഫോർട്ട് കൊച്ചി. ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് എന്തോ ഈവെൻറ്റ് നടക്കുന്നുണ്ട് മാളിൽ. മാളിൻ്റെ അകത്തും ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ എന്ത് തിരക്കാം നമുക്ക്. ബാക്കിയുള്ള കടകളിലെല്ലാം റീച്ച് അടിച്ച് വെക്കുക. നോക്ക്, ലുലു മാളിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പം നമ്മൾ ബാംഗ്ലൂരത്തെ മാൾ ഓഫ് ഏഷ്യയിൽ കണ്ട പോലെ തന്നെ ഒരു വലിയ എമണ്ടൊക്കെ ക്രിസ്മസ് ട്രീ കാണാം. ലുലു മാളും കൊക്കോക്കോളയുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീ ആണ് തോന്നുന്നത്. ഇവിടെ ലുലു മാളിൻ്റെ ഇപ്പുറത്ത് പലതരം പുൽക്കൂടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നോക്ക്, ഇപ്പോഴും എന്താണ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ ഹൈറ്റുള്ള ക്രിസ്മസ് ട്രീ നോക്ക്. ഇതാണ് കേട്ടോ ലുലു മാൾ. അതിൻ്റെ ക്രിസ്മസ് ട്രീയുടെ മുകളിൽ കൊക്കോക്കോളയുടെ കുപ്പി കാണാം, സ്റ്റാറിന് പകരം. എന്ത് വെറൈറ്റി ആണല്ലേ. ഈ മാളിൻ്റെ അപ്പുറത്ത്, ഈ മാളിൻ്റെ തൊട്ടടുത്താണ് മാരിയറ്റ് ഉണ്ട്. ഈ വണ്ടിയിൽ മിക്കാതെ അങ്ങോട്ടായിരിക്കും പോകുന്നത്. ഇവിടെയാണ് മെട്രോ ലൈനും കാണാം. ഈ മെട്രോയിൽ തിരിച്ചു പോകണമെന്ന് അറിയില്ല. എന്ത് തിരക്കാണല്ലേ, എല്ലായിടത്തും തിരക്കാണ് ഈ ക്രിസ്മസിൻ്റെ ഇതായതുകൊണ്ട്. ക്രിസ്മസിൻ്റെ തലേദിവസം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണം, 24-ാം തീയതി. പക്ഷെ നിങ്ങൾ കാണുന്നത് കുറച്ച് ലേറ്റായിട്ടായിരിക്കും. ഇവിടെ നിന്ന് ബാംഗ്ലൂർ പോയിട്ട് എഡിറ്റ് ചെയ്യണം. എടപ്പള്ളി ജംഗ്ഷനാണ് ഈ കാണുന്നത്. കൊച്ചിയിലത്തെ ഏറ്റവും ബിസിയസ്റ്റ് ജംഗ്ഷൻ. നമ്മുടെ ബാംഗ്ലൂരിലെ സിർക്കോട് എബ്ബാല പോലെ തന്നെ ഇവിടുത്തെ എടപ്പള്ളി. ഇതാണ് ലുലുമാൾ. കാരണം നമുക്ക് ഹാപ്പി ന്യൂ ഇയർ 2024 പറഞ്ഞ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മറ്റേ കണക്റ്റിംഗ് ബ്രിഡ്ജ്. ലുലുമാളിൽ നിന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണിത്. ട്രെയിനിൻ്റെ കോച്ചിൻ്റെ അതേ രൂപത്തിൽ ഡിസൈൻ ചെയ്ത ബ്രിഡ്ജ്. നോക്ക്, എടപ്പള്ളി ജംഗ്ഷൻ, എടപ്പള്ളി മെട്രോ സ്റ്റേഷൻ, എടപ്പള്ളി ഫ്ലൈ ഓവർ,
ഒരു വലിയ ജംഗ്ഷൻ തന്നെയാണ് കേട്ടോ, ഏറ്റവും ബിസിയസ്റ്റ് ജംഗ്ഷൻ കൂടെ. ഇവിടെയാണ് കേട്ടോ മെട്രോ സ്റ്റേഷൻ്റെ എൻട്രൻസ്. ഇതാണ് കേട്ടോ എടപ്പള്ളി ചർച്ച്. ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ എല്ലാം നന്നായിട്ടുണ്ട്, നോക്ക്. എന്തായാലും നമുക്ക് പള്ളിയുടെ അകത്തേക്ക് പോവാം. Dashing through the snow in a one-horse open sleigh, o'er the fields we go. Jingle bells, jingle all the way. Take the kids tonight and sing a sweet song. Just get along. എടപ്പള്ളി ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് ജോർജ് ഫൊറേൻ ചർച്ചാണ് ഈ കാണുന്നത്. ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് നല്ല അടിപൊളി ലൈറ്റിംഗ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. സെയിൻറ്റ് ജോർജിൻ്റെ ഏഷ്യയിലത്തെ ലാർജസ്റ്റ് സൈനാണിത്. അങ്ങനെ എടപ്പള്ളിയിലത്തെ കാഴ്ചകളൊക്കെ കണ്ടു. എന്തായാലും നമുക്കിനി റൂമിൽ പോയി ഫ്രഷപ്പ് ആയിട്ട് ഫോർട്ട് കൊച്ചിയിലേക്ക് പോവാം. ഇന്ന് പോവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ പോവാം. ഈ ഫോണിൻ്റെ ചാർജ് കുറഞ്ഞുകൊണ്ടിരിക്കുക, ആ ചാർജിന് ഇടണം. അങ്ങനെ എടപ്പള്ളിന്ന് ഇവിടം വരെ ഈ പ്രൈവറ്റ് ബസ്സിൽ വന്നു. എന്തായാലും ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ ഇപ്പോൾ പോകുന്നില്ല, രാവിലെ പോവാം. ഇപ്പോൾ സമയം 9 മണി. ബസ്സുകൾ കിട്ടാൻ ഭയങ്കര കഷ്ടമാണ്. അങ്ങനെ മറൈൻ ഡ്രൈവിലെത്തി. ഈ ബിൽഡിങ്ങുകളുടെ അപ്പുറത്ത് മറൈൻ ഡ്രൈവ് വാക്ക് വേ ആണ്. എന്തായാലും നമുക്ക് വെറുതെ മറൈൻ ഡ്രൈവിലൂടെ കുറച്ച് നേരം നടക്കാം. ഷൺമുഖം റോഡിൻ്റെ നൈറ്റ് വ്യൂ ആണ് ഈ കാണുന്നത്. മുമ്പ് ഈ റോഡായിരുന്നു മറൈൻ ഡ്രൈവ്. അപ്പോൾ ഈ കാണുന്ന ഷൺമുഖം റോഡിലാണ് നമ്മുടെ വിവാന്ത ഹോട്ടലിൽ ഇരിക്കുന്നത്. ഇപ്പോൾ റൂമിൽ പോയി ഫ്രഷപ്പ് ആയിട്ട് വെളിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഒരു ചെറിയ നൈറ്റ് വാക്കിന് വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ ഒരു ഫ്ലവർ ഷോ ഉണ്ട്, നോക്ക്, കൊച്ചിൻ ഫ്ലവർ ഷോ. അതിനിപ്പുറത്ത് സിലിക്കോണിൻ്റെ അടുത്ത് ഒരു വലിയ ക്രിസ്മസ് ട്രീ, എന്താണ്ട് പെർഫോമൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക അവിടെ. ഇവിടെ ഷൺമുഖം റോഡിൻ്റെ സൈഡിൽ അപ്പുറത്ത് മറൈൻ ഡ്രൈവ് വാക്ക് വേ. ഫ്ലവർ ഷോയുടെ ഭാഗമായിട്ട് ഇവിടെ ഒരു പൂച്ചെടികളുടെ നഴ്സറി ഉണ്ട്. എന്തായാലും നമുക്കിനി മറൈൻ ഡ്രൈവ് വാക്ക് വേയിലൂടെ നടന്ന് റൂമിലേക്ക് പോവാം. ആ കാണുന്ന ലൈറ്റുകൾ വളർപ്പാടം കണ്ടെയ്നർ ടെർമിനലിൽ നിന്നാണ്. അങ്ങനെ ഈ വീഡിയോയിൽ മറൈൻ ഡ്രൈവ് വാക്ക് വേയിലത്തെ പകൽ ദൃശ്യം രാത്രി ദൃശ്യം കണ്ടു. രാത്രിയിലത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കണേ. രാത്രിയിലും നല്ല ലൈവാണ് കേട്ടോ മറൈൻ ഡ്രൈവ് വാക്ക് വേ ഒക്കെ. കുറേ ആൾക്കാർ ഈ സമയത്തും ഉണ്ട്. രാത്രി 9:30 കൊച്ചിയിലെ മോസ്റ്റ് ഹാപ്പനിങ് സ്പോട്ടും കൂടിയാണ് മറൈൻ ഡ്രൈവ്. ഈ മറൈൻ ഡ്രൈവ് ഏരിയയിൽ ആകെ ഒരു ശല്യം കൊതുക് ശല്യമാണ്. എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോനെ അവിടെ അവസാനിപ്പിക്കുക. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരെ ബൈ.